സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ 4 യുഗങ്ങളെയും ചേർത്ത് ചതുർയുഗം എന്ന് പറയുന്നു. 71 ചതുർയുഗമാണ് ഒരു മനുവിൻ്റെ ഭരണകാലം. ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്ന് പറയുന്നത് ഇപ്രകാരം 14 മനുക്കളുടെ കാലമാണ്. അത് കഴിഞ്ഞാൽ അത്രയും കാലം ബ്രഹ്മാവിൻ്റെ രാത്രിയാണ്. ഒരിക്കൽ ബ്രഹ്മാവ് ഉറങ്ങുന്ന സമയത്ത് നിശ്വാസവായുവിൽ കൂടി പുറത്തു വന്ന വേദങ്ങളെ ഹയഗ്രീവൻ എന്ന ഒരു അസുരൻ കൈക്കലാക്കി സമുദ്രത്തിൽ ഒളിച്ചു. ആ വേദങ്ങളെ വീണ്ടെടുത്ത് സംരക്ഷിക്കുവാനാണ് മഹാവിഷ്ണു മത്സ്യാവതാരം എടുത്തത്. വിഷ്ണു ഭക്തനായ സത്യവ്രതൻ എന്ന രാജാവ് നദിയിൽ കുളിക്കുമ്പോൾ തർപ്പണം ചെയ്യുവാനായി ജലം കയ്യിലെടുത്തപ്പോൾ അതിലൊരു ചെറിയ മത്സ്യക്കുഞ്ഞിനെ കണ്ടു. മത്സ്യക്കുഞ്ഞിനെ വെള്ളത്തിലേക്കിടാൻ തുടങ്ങിയ രാജാവിനോട് മത്സ്യം മനുഷ്യഭാവത്തിൽ സംസാരിച്ചു. താൻ ഒരു ചെറിയ മത്സ്യമായതുകൊണ്ട് തന്നെ ഈ നദിയിൽ ഉപേക്ഷിക്കരുതെന്നും തന്നെ കൊണ്ടുപോയി സംരക്ഷിക്കണമെന്നും അത് ആവശ്യപ്പെട്ടു. കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഒരു പാത്രത്തിൽ സൂക്ഷിച്ച ആ മത്സ്യം നിമിഷം പ്രതി വലുതാകുവാൻ ആരംഭിച്ചു. വലിയ വലിയ പാത്രങ്ങളിലേക്ക് മാറ്റിയ മത്സ്യത്തെ ഒടുവിൽ ഒരു വലിയ കുളത്തിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ആ ഒരു ദിവസം കൊണ്ട് തന്നെ കുളത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ മത്സ്യം വലുതാവുകയും ചെയ്തു. ഇത് സാധാരണ മത്സ്യമല്ലെന്ന് സത്യവ്രതന് മനസ്സിലായി. ഒടുവിൽ ഗംഗാനദിയിൽ മത്സ്യത്തെ എത്തിച്ചു. എന്നാൽ ദിവസങ്ങൾക്കകം ഗംഗാനദിക്കും വഹിക്കുവാൻ കഴിയാത്ത രീതിയിൽ വലുതായ മത്സ്യം മഹാരാജാവിനോട് 7 ദിവസത്തിനകം ഒരു വലിയ പ്രളയം സംഭവിക്കുമെന്നും അതിനു മുൻപായി ഒരു വലിയ തോണിയുണ്ടാക്കി സപ്തർഷികളെയും കൂട്ടി അതിൽ രക്ഷപ്പെടണമെന്നും ആവശ്യപ്പെട്ടു. എല്ലാ സസ്യജന്തുജാലങ്ങളുടെയും ബീജങ്ങളെയും ആ തോണിയിൽ വഹിക്കുവാൻ ആവശ്യപ്പെട്ടു. ആ പ്രളയത്തിൽ നിന്ന് താൻ രാജാവിനെയും കൂട്ടരെയും രക്ഷിച്ചു കൊള്ളാം എന്ന ഉറപ്പും നൽകി മത്സ്യം സമുദ്രത്തിൽ മറഞ്ഞു. സമുദ്രത്തിൽ ഒളിച്ചിരുന്ന ഹയഗ്രീവനെ വധിച്ച് വേദങ്ങൾ വീണ്ടെടുത്തു. മത്സ്യം പറഞ്ഞതുപോലെ 7 ദിവസത്തിനകം അതിതീവ്രമായ മഴ ആരംഭിച്ചു. ലോകത്തിലുള്ള സകല ജന്തുജീവജാലങ്ങളും പ്രളയത്തിൽ ആണ്ടുപോയി. മഹാമത്സ്യത്തിൻ്റെ തലയിൽ ഒരു കൊമ്പ് മുളച്ചു. സത്യവ്രതൻ ആ കൊമ്പിൽ തൻ്റെ തോണിയെ ബന്ധിച്ചു. മത്സ്യം തോണിയുമായി ഹിമാലയത്തിൻ്റെ ഹിമവൽ ശൃംഗത്തിൽ കയറി അവിടെ തോണി ബന്ധിച്ചു. മഹാമാരി തീർന്നപ്പോഴേക്കും ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങളും നശിച്ചു. സത്യവ്രതനും സപ്തർഷികളും തോണിയിൽ കയറ്റിയ സസ്യജന്തുജാലങ്ങളുടെ ബീജങ്ങളും മാത്രം രക്ഷപ്പെട്ടു.